ചുച്ചുവേ ഇതെന്തെടുക്കുക രാവിലെ? മത്തി വെട്ടുന്ന കാണാൻ വയ്യ. അപ്പോൾ ഇന്ന് മത്തിക്കറി ആയിരിക്കും ഉച്ചയ്ക്ക്. എന്നും മത്തിക്കറിയും മത്തി വെറ്റിച്ചതും മത്തി വറുത്തതും ഒക്കെ ഇല്ലയോ. ആ ഇന്ന് ഞാൻ വിചാരിച്ചു അഞ്ചാറ് മത്തി എന്നും കിട്ടുന്ന എപ്പോഴും കിട്ടത്തില്ലല്ലോ. കിട്ടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അഞ്ചാറ് മത്തി എടുത്തൊന്ന് അച്ചാറിട്ട് വെച്ച് നോക്കാം. അതാവുമ്പം ഇരിക്കുകയും ചെയ്യും, കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി എടുത്ത് കഴിക്കുകയും ചെയ്യാം. ഇന്ന് മത്തി അച്ചാർ. ഇന്ന് മത്തി അച്ചാർ. ഞാൻ വിചാരിച്ചു എനിക്ക് പച്ചമാങ്ങ ഇട്ട് മത്തി പറ്റിച്ചു തരും. പച്ചമാങ്ങ തിന്നാൻ എന്ത് ഇത്ര കുഴപ്പം? ഇത് ചെറിയ മത്തിയല്ലേ ഇത്? കൊച്ചുമത്തി നമുക്കൊന്ന് നോക്കാം, അച്ചാറിട്ടാൽ കൊള്ളാവോ ഇല്ലയോ എങ്ങനെയാണെന്നുള്ളത്. തീരെ ചെറുത് ശരിയാവുമോ? നോക്കാം, ചെയ്തിട്ട് മതി. ഇതിൻ്റെ മീൻ്റെ വെള്ളം എന്തെടുക്കാൻ പോകും? മീൻ്റെ വെള്ളം, കഴുകിയ വെള്ളം എടുത്ത് മാതളനാഴകത്തിന് ഒഴിക്കുക. അത് നല്ലതാണ്. അതിപ്പോൾ അവിടെ നിറച്ച് പൂത്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ സോളമൻ്റെ മാതളനാഴകമെല്ലാം പൂത്തല്ലോ. കോടടിച്ചല്ലോ അമ്മ. കാന്താരി നമ്മൾ നട്ടതാണോ? അല്ലല്ല, തന്നെ കിളിച്ച് വന്നത്. അതോ നിറച്ചുണ്ട്, നോക്ക്. ഇഷ്ടം പോലെ കായ കണ്ട് നോക്കങ്ങോട്ട്, ഇഷ്ടം പോലെ. കരിയാപ്പില, കുരുമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക് കണ്ടോ, ഇതെല്ലാം കൂടെ നമ്മൾ ഇതെല്ലാം. പിന്നെ ഇനി ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ വാരിയിട്ടങ്ങ് അരയ്ക്കും. ഉപ്പ് അതിൻ്റെ കൂടെ ഇട്ട് ഞാൻ അരച്ചായിരുന്നു. കുരുമുളകും പിന്നെ കാന്താരിയും വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി ഇതെല്ലാം അതിൻ്റെ കൂടെ ഇട്ട് അരച്ചു. പിന്നെ ഒരു ഇച്ചിരി മസാലയുടെ പൊടി ഇടും. ഇച്ചിരി മത്തിയുടെ ഇത് വരാതിരിക്കാൻ കായപ്പൊടി. ഇത് ഇത്രയും ഇട്ട് അങ്ങ് മിക്സ് ചെയ്യും. കൈ പുകയത്തില്ലയോ? പിന്നെ തേച്ച് വന്നിട്ട് ആ മത്തി എല്ലാം പിടിക്കാൻ. ഇതിൽ വിനിഗർ ചേർക്കത്തില്ലയോ? അത് അച്ചാറിൻ്റെ അകത്ത് ഒഴിക്കും. ശരി, ഇതിപ്പോൾ തേച്ച് വെക്കുക. തേച്ച് വെച്ചു ഇച്ചിരി കുറച്ച് നേരം മതി, അപ്പോഴത്തേക്ക് കൊച്ചു മത്തിയായിരിക്കും. എന്നിട്ട് ഈ ബാക്കി അരപ്പ് നമുക്ക് അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുകയും ചെയ്യാം. ഇതെല്ലാം തേച്ചോണ്ടിരിക്കും. തേച്ച് വെച്ച മത്തി വറുത്ത് പോരുക. ഇത്രയും നേരം തേച്ച് വെച്ചേക്കുമായിരുന്നു. ഒരു അരമണിക്കൂറിൽ കൂടുതലായി. അത് വറുത്ത് പോരുക. ഈ കടുക് വറുക്കാൻ വേണ്ടി എണ്ണ പൊട്ടി തുടങ്ങിയത് കണ്ടോ. കുറച്ച് ഉലുവ അച്ചാറിലിടും. പിന്നെ ഇതെല്ലാം കൂടെ ഇഞ്ചി, കാന്താരി മുളക് എല്ലാം കൂടെ ചതച്ചത് കേട്ടല്ലോ. ഇനി അച്ചാർ നിങ്ങൾ അച്ചായന. പിന്നെ ഞാൻ ഇപ്പം പഠിപ്പിച്ചു തരുമോ കേട്ടല്ലോ. അച്ചാറല്ല ഇടുന്നത്, പല കാര്യങ്ങളും അച്ചാൻ ചെയ്യും. നിനക്ക് അറിയാതെ പിന്നെ ചില്ലാടിയാ, അതുകൊണ്ടാണല്ലോ അച്ചാറിട്ട് പഠിക്കുന്നത്. കരിയാപ്പില, ഇതിപ്പം വേണ്ട ഒരുവിധം മൂപ്പ് വന്നു. ഇനി എല്ലാ പൊടികളും ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവുക. കുക്കിംഗ് ക്ലാസ് എടുക്കുക. അതെ, കാര്യം അടുത്ത് അച്ചാറിടുന്നത് അച്ചായൻ്റെ. വേണ്ട മുളക് പൊടി, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു സ്വല്പം കുരുമുളക് നമ്മൾ അതിൻ്റെ അകത്ത് ചതച്ച് പച്ചക്കുരുമുളക് ചേർത്ത വറുത്തത്. ഇത് ഇച്ചിരി കുരുമുളക് പൊടി അല്ലാതെ ഇടുന്നു. വേണ്ട. പിന്നെ ഉലുവാപ്പൊടി, ഉലുവ നമ്മൾ ഇച്ചിരി അതിൻ്റെ അകത്ത് ഇട്ട് ഇച്ചിരി പൊടിയും ഇടും. ഉലുവ മുഴുവനേ ഉള്ളത് വറക്കാനും ഇടും. വേണ്ട. കായപ്പൊടി ഒന്ന് യോജിപ്പിക്കുക, വെക്കുക. ചെറുതായിട്ട് തിളച്ച വെള്ളം ഇച്ചിരി ഒഴിക്കുക. പിന്നെ അരക്ക് വേണ്ടവർക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ച് ഒരു ലൂസാക്കാം. ചാറ് വേണോ? ഇച്ചിരി വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിച്ചാൽ കുറച്ച് മതിയോ?
മതി. ഒരു 2 സ്പൂൺ ഒഴിച്ചാണ് അതിൻ്റെ അകത്തോട്ട് ഇനി ആ മീൻ പറക്കി ഇത് തിളയ്ക്കുന്നവരെ കാത്തിരിക്കണം. ആ ഒന്ന് തിളയ്ക്കണം. ചീനിച്ചട്ടി ഡയറക്റ്റ് മുമ്പേ വറുത്ത് വെച്ചേക്കുന്നത് ഞാനാണ്ട്. ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫൈനൽ പരിപാടി. ഇനി ഇതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇനി ഉപ്പും പുളി ഇതൊക്കെ നോക്കുക, വേണമെങ്കിൽ ചേർക്കുക. പിടിച്ചു കാണുമോ? പിള്ള പിടിക്കത്തില്ല. ഇത്രയും ഇതിങ്ങനെ ഇരിക്കണം. ഇതിനി ഒരു കുപ്പിയിലോട്ട് കോരി അവിടെ വെച്ചാൽ എങ്ങനെ പോയാലും ഒരു മാസമെങ്കിലും കേടാവാതെ അവിടെ ഇരുന്നോളൂ. എത്ര നാളും വേണം വെക്കാം. അത് വേറെ കാര്യം, ഇവിടെ ഇരിക്കത്തില്ല. ഇവിടെ ഇപ്പൊ കണ്ടോണം, ഇന്ന് ഉച്ചയ്ക്കോടെ ഇത് കോരിയൊക്കെ വാഴ വീടും. ഇവിടെ അച്ചാറൊന്നും വെച്ചേക്കുന്ന പരിപാടി ഇല്ലല്ലോ. നല്ല ടച്ചിങ് സാലിയോ. അത് നല്ലതാ. അച്ചാർ റെഡി. നിർത്തിയില്ല ഇല്ല ചുറ്റു. ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അത് ഇച്ചിരി വേണം, അതിനല്ലയോ. കൊള്ളാം. കൊള്ളാം.